തന്നെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ്. യെസ് ladies and gentlemen, നല്ലൊരു കാർഡ് നൽകിക്കൊണ്ട് the one and only director Dr. പ്രകൃതിനെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു 5 years ആസ് എ ന്യൂ ഡയറക്ടർ. ബേസിക്കലി എന്തായാലും സ്ട്രഗിൾസ് ഉണ്ടാവും. അതിൽ കൂടുതലായിട്ട് ഇത് ഇന്ത്യസ് ഫസ്റ്റ് ഓഫ് റോഡ് മഡ് റേസ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ റെഫറൻസിന് മൂവിയില്ല, ഫസ്റ്റ് ഡയറക്ടറാണ്. ഏറ്റവും നല്ല ടെക്നീഷ്യൻസിനെ കിട്ടിയാൽ മാത്രമേ ഈ മൂവി എനിക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ ഒരു ന്യൂ ഡയറക്ടറിന് അതുപോലുള്ള ടെക്നീഷ്യൻസിനെ എങ്ങനെ കിട്ടും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അതുപോലെ തന്നെ റെഫറൻസ് മൂവി ഇല്ലാത്തതുകൊണ്ടും മഡ് റേസ് കൊറിയോഗ്രാഫിയിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എന്താണ് ആ ജോണർ, എന്താണ് ആ സ്പോട്ട്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെ സിനിമാറ്റിക് സ്റ്റൈലിൽ കൊണ്ടുവരാം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ഉള്ളിൽ എങ്ങനെ അത് കൊണ്ടുവരാം എന്നുള്ള കാര്യമായിരുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം ഫസ്റ്റ് എൻ്റെ കൺസേൺ ഇത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണം, വിത്തൗട്ട് എനി ഡ്യൂപ്പ്, വിത്തൗട്ട് എനി CG ഷോട്ട്, ആക്ഷൻ, മഡ് റേസ്, എവറിത്തിങ് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണം എന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 കൊല്ലമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റിനെ കിട്ടിയാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ അവസാനം ന്യൂ ഫേസിൽ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിനു മുന്നേ കുറേ അപ്രോച്ചുകൾ ഞാൻ ചെയ്തു നോക്കി. ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം, ന്യൂ ഡയറക്ടർ എന്ന രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. ദാറ്റ് ഈസ് എ ഫാക്ട്. അതിനുശേഷം ആ 2 കൊല്ലം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തുകയും അവർക്കുള്ള ട്രെയിനിങ്, മഡ് റേസ് ട്രെയിനിങ് ചെയ്യുകയും അതുപോലെ റിയൽ ലൊക്കേഷൻസ് ടെക്നീഷ്യന്മാർ, ഇപ്പോൾ DOP, പ്രൊഡക്ഷൻ കൺട്രോളർ, അതുപോലെയുള്ള അതിൻ്റെ ടെക്നീഷ്യന്മാർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുകയും അവരുമായി മിങ്കിൾ ചെയ്യുകയും എനിക്ക് ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ടാണ് എല്ലാവരുടേതും ഫസ്റ്റ് ഇപ്പോഴും കിട്ടിയത്. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് വരുമ്പം പ്രൊഡക്ഷനിൽ വരുമ്പോൾ തന്നെ റിയലിസ്റ്റിക് ലൊക്കേഷൻ മീൻസ് ഇത് ഫോറസ്റ്റ് എല്ലാം കവർ ചെയ്യുന്നതാണ്. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ഷൻസ് നടക്കുന്നതാണ്, റേസ് നടക്കുന്നതാണ്, വിത്തൗട്ട് ഡ്യൂപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആക്സിഡൻറ്റുകളെല്ലാം സ്വാഭാവികമാണ്. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ ടെക്നിക്കൽ വിങ് ഉണ്ടായിരുന്നു. അവർ ഫുൾ സപ്പോർട്ട് എനിക്ക് തന്നു. നാഷണൽ ലെവൽ മഡ് റേസേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സപ്പോർട്ടും അവരെനിക്ക് തന്നു. സിനിമയിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ ടെക്നീഷ്യന്മാരും എനിക്ക് തന്നു. എസ്പെഷ്യലി ക്യാമറ വരുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ആൾ, വളരെ അഡ്വഞ്ചറസ് ആയിട്ട് തന്നെയാണ് ആൾ എല്ലാ വിഷൻസും. ഇപ്പം ഞാൻ എന്തെല്ലാം വിഷൻസ് പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് എന്തെല്ലാം ഷോട്ടുകൾ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ടോ, എത്ര റിസ്ക് ടേക്കിംഗ് ഷോട്ടുകളാണെങ്കിലും ഒരു കാരണവശാൽ നോ എന്ന് പറയാതെ എൻ്റെ കൂടെ നിന്ന് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അതിലുള്ള ഓരോ ടെക്നീഷ്യൻസും ഓരോ ആൾക്കാരും നന്നായി സപ്പോർട്ട് ചെയ്തു. ഇവൻ ഫുഡ് തരുന്ന ആൾക്കാരടക്കം ആ ഡെപ്ത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് അവർ വളരെ കഷ്ടപ്പെട്ട് ഓഫ് റോഡ് വണ്ടിയിലൊക്കെയാണ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പം എഡിറ്റർ അറൗണ്ട് 32 hours ഫുട്ടേജ് ഉണ്ടായിരുന്നു ഈ റേസ് മാത്രം. അതിന്നാണ് ഞങ്ങൾ കട്ട് ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ഇതിൽ ഏറ്റവും സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ ന്യൂ ഡയറക്ടർ ഞാൻ മ്യൂസിക് ഡയറക്ടറിനെ വിളിക്കുകയാണ്. നിങ്ങൾക്കറിയാം രവി ബസ്രൂർ, ആള് നല്ല ഫെയിമിൽ നിൽക്കുന്ന ടൈം, നല്ല ബിസി ഷെഡ്യൂളുള്ള ടൈം. എൻ്റെ റിക്വസ്റ്റ് കേട്ടിട്ട് ആൾ ഇവിടെ ലൊക്കേഷനിലേക്ക് വന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ. അതെന്നെ വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ആ ഫുട്ടേജ് കണ്ട ശേഷം ആൾ വളരെ ഇമ്പ്രസ്ഡായി. ആളങ്ങനെ സൈനപ്പ് ചെയ്തു. അതിനുശേഷം അന്ന് മുതൽ തൊട്ട് ഇന്ന് വരെയും ആസ് എ ഒരു മ്യൂസിക് ഡയറക്ടറിൽ ഉപരി ഒരു ബ്രദറിനെക്കാളും ഒരു ഫുൾ സപ്പോർട്ട്, ഒരു മെൻറ്ററിനെ പോലെ നിന്നുകൊണ്ട് ഫുൾ സപ്പോർട്ട് എനിക്ക് തന്നു. ഇപ്പം ടീസറായാലും മൂവി ആയാലും ട്രെയിലർ ആയാലും എല്ലാ സെഗ്മെൻറ്റിലും നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മൂവി ഇവിടെ എത്തിക്കാൻ സാധിച്ചത്. പിന്നെ ഇനിയിപ്പം ഫൈനലി ജനങ്ങളിലോട്ട് തരികയാണ്. നമ്മുടെ ഇത്രയും കൊല്ലത്തെ ഹാർഡ് വർക്കും എഫേർട്ടും എല്ലാം ഇനി ജനങ്ങളിലോട്ട് തരികയാണ്. അത് നിങ്ങൾ എങ്ങനെ നന്നായി ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി എല്ലാ മീഡിയാസും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്തായാലും സാറിനും പല കാര്യങ്ങളും ഈ മൂവിനെ പറ്റി പറയാനുണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി. സോ ഞാനും വളരെ സ്നേഹത്തോടു കൂടി തന്നെ സാറിനെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് രവി ബസു സർ ഓൺ ടു ദി സ്റ്റേജ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ഞാൻ വിട്ടുപോകാൻ പാടില്ല. ന്യൂ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു, പക്ഷേ അവർ എല്ലാ ന്യൂ ആർട്ടിസ്റ്റുകളും എല്ലാ ആർട്ടിസ്റ്റുകളും അവർ 100% ലൈഫ് റിസ്ക് എടുത്തിട്ടാണ് അവർ ആക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രൊഫഷണലുടെ ദൈവത്തിനും പ്രാർത്ഥിച്ച ഒരു സൈഡിൽ ഇരിക്കുകയായിരിക്കും അവർ ഓരോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം.
ആസ് എ ഡയറക്ടർ ഞാൻ ഈ ഷോട്ട് കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് പറയുമ്പോൾ ഒരു എൻ്റെ അടുത്ത് ഒരു വിഷമവും പറയാതെ എത്ര റിസ്ക് ടേക്കിംഗ് ഷോട്ടാണെങ്കിലും ഞങ്ങൾ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, പ്രത്യേകിച്ച് ലീഡിങ് ആർട്ടിസ്റ്റുകൾ, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ, പ്രത്യേകിച്ച് അവർക്ക് ഒരു ഫെസിലിറ്റീസ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഫോറസ്റ്റിനുള്ള ഷൂട്ട് നടക്കുമ്പം എല്ലാവരും താഴെ ഇരിക്കുന്നുണ്ടാവും, ചെയർ ഉണ്ടാവില്ല, ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പം ബ്രെഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതെല്ലാം സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ എല്ലാത്തിലും നിന്നുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, സപ്പോർട്ടിങ് ആയിട്ട് എല്ലാവർക്കും അതിലും ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രവി സാർക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്തേ. So this is my first Malayalam movie. என்ன சொல்கிறது, ஸோ ஐ வில் ரொம்ப ஹாப்பியாக இருக்குது. ஸோ இந்த டைப் மூவி கனெக்ட் பண்ணுறதுக்கு ஜஸ்ட் பிகாஸ் இந்த 5 பிரதர்ஸ் எப்போவுமே கூட இருந்தால் நம்ம இந்தியன் மூவி அப்படியே நம்ம ப்ரெசென்ட் பண்ணோம். ஸோ that's why I have first approached this movie. So in their vision, when it's gone to the set, I have seen their footages. So there is no compromise in the visual shootings or script, whatever they have planned pre-production. There is no compromisation. So then they have approached me. So I thought this is the right movie to do. So this is my first Malayalam movie. Then I would like to about the cameraman and the editor. They have done their wonderful job. Then only I can give the best product. They have done their job, so I have done my job. I think you have, and I have entertained you with the teaser or trailer. And 10th movie will be releasing. So enjoy the movie in theater. It's a theatrical movie, so you have to experience the sound and visual in theater. So as a technician, so நமக்கு ஜாஸ்தி பேச தெரியாது. ஸோ நம்ம ஒர்க்கு தான் நம்ம பேசணும். ஸோ அதுதான் நம்ம இது வரைக்கும் வந்திருக்கேன். So I hope you have enjoyed the teaser trailer, and 10th movie is going to release. Enjoy the movie in theater. Thank you very much. ഞാൻ കഥ എഴുതുമ്പം ഒരു ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടിട്ടില്ല. ആ കഥയെല്ലാം ക്യാരക്ടറിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ. അതിനുശേഷം ആ ക്യാരക്ടർ അങ്ങനെ ആവണമെങ്കിൽ അതിലൊരു ട്രെയിനിങ് അത്യാവശ്യമാണ്. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ആയിരിക്കണം, റേസ് ചെയ്യാൻ പറ്റണം, വിത്തൗട്ട് ഡ്യൂപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആസ് എ ന്യൂ ഡയറക്ടർ ഞാൻ ആദ്യം കുറച്ച് ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ അടുത്ത് എത്തിയില്ല, അതാണ് ഫാക്റ്റ്. രണ്ടാമത് എത്തിയ ആൾക്കാരുടെ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം അവർക്കും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് ഞാൻ എൻ്റെ അടുത്ത ചോയ്സ് എന്നുള്ളത് ഈ ക്യാരക്ടറിനെ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ സ്ക്രീനിൽ എത്തിക്കാം. അങ്ങനെയാണ് ഞാൻ പുതുമോളിലേക്ക് എത്തുന്നത്. പിന്നെ പുതുമുഖങ്ങളാവുമ്പോൾ അവരുടെ 100% എല്ലാ ആർട്ടിസ്റ്റും 100% കൊടുക്കുകയായിരിക്കും. എന്നാലും അവരുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ ടൈം അവർ സ്പെൻഡ് ചെയ്യാനും എഫേർട്ട് എടുക്കാനും റിസ്ക് എടുക്കാനും അവരും തയ്യാറായി. ഒരു അറൗണ്ട് 2 ഇയേഴ്സോളം അവർക്ക് ആ ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ അവരെ ഫിലിമിക്ക് കൊണ്ടുവരുന്നത്. അതെ അതെ, ഇതിൽ ബാക്കിയുള്ള റേസേഴ്സ് എല്ലാം നാഷണൽ ലെവൽ റിയൽ റേസേഴ്സാണ്. അപ്പോൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തിട്ടാണ് റേസ് എല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്തത്. അതെ, രഞ്ജേട്ടൻ നല്ല ഒരു റോളാണ്, ക്യാരക്ടറാണ് രഞ്ജേട്ടൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. രഞ്ജേട്ടൻ അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ എത്ര സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ, ആക്ടർ എന്നതിനേക്കാൾ ഉപരി ആള് വളരെ നന്നായിട്ട് ഒരു പുതിയ ഡയറക്ടറിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം അതാൾ നന്നായി ചെയ്തിട്ടുണ്ട്. അതെ അതെ, രണ്ടുപേരാണ് ഇതിനകത്തുള്ളത്. അതെ, അനീഷ് പേരടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നല്ലൊരു സിനിമ ഇറങ്ങി മങ്ങാട്ടച്ചൻ എന്ന മരക്കാറിലൂടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു സിനിമ വരുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു യാത്ര? അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടർ കൂടുതൽ ആപ്റ്റായി എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലാകുമ്പോൾ അത് കൂടുതൽ എക്സ്പ്രസീവ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യുകയും ആളെ ചെയ്യാമെന്ന് പറഞ്ഞ് വളരെ നന്നായി ചെയ്തു തരികയും ചെയ്തത്.
ഇപ്പോൾ നമ്മൾ മേക്കിംഗ് വീഡിയോ കണ്ടപ്പോഴാണ് താങ്കളുടെ റിസ്ക് ശരിക്കും മനസ്സിലാവുന്നത്. അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നേരത്തെ താങ്കൾ പറഞ്ഞ വലിയ എക്സ്പീരിയൻസ്, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മികച്ച സിനിമ തന്നെയായിരിക്കും താങ്കൾ ക്യാമറ ചെയ്തേക്കും DOP എന്ന നിലയിൽ. വലിയ റിസ്ക് തന്നെ. പല സ്ഥലത്തും പല രീതിയിലും ഭയപ്പെടുന്ന സീനുകൾ വരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇതിനകത്ത്. ആ റിസ്ക് ക്യാമറയിൽ എത്രമാത്രം ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു? ഞാൻ മാത്രമല്ല, ഈ പടം വർക്ക് ചെയ്ത പ്രൊഡക്ഷൻ ബോയ് പോലും ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട്. അവരുടെ എഫർട്ടുണ്ട് ഈ പടത്തിന് പുറകിൽ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ധാരണയുണ്ട്. അതിന് നമ്മുടെ ക്യാപ്റ്റനും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതുമുഖ സംവിധായകനെന്ന് ഞാൻ പറയില്ല. പിന്നെ ടെക്നിക്കലി എങ്ങനെ വേണം, അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ നമ്മളൊരു ഏകദേശം ഒരു 2-3 months മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു ഷൂട്ടിന്. പിന്നെ നമുക്ക് വെതർ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ചില ദിവസമൊക്കെ ഒരു 3 hours കിട്ടിയുള്ളൂ ഷൂട്ട് ചെയ്യാനായിട്ട്. അവിടെ എത്തിപ്പെടുക, ഇത്രയും ടെക്നിക്കൽ ഒരു 10-15 ക്യാമറ എത്തിക്കുക, ഇത്രയും ക്രൂവിനെ എത്തിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര എഫർട്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത പടങ്ങളിലാണെങ്കിൽ ഞങ്ങൾക്ക് ലൊക്കേഷനിൽ തന്നെ ഫുഡ് കിട്ടുന്നുണ്ട്, വണ്ടിയിൽ അവിടെ തന്നെ വരും ഫുഡ്. ഇതങ്ങനെയല്ല, ഇത് ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ ഇവിടെ എത്തിയിട്ട് പിന്നെ 4x4 വണ്ടിയിലാണ് നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അത്തരം ജീപ്പുകൾ മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ ദേവേട്ടനൊക്കെ ഒത്തിരി ഡിപ്രഷനായി പോയ സമയങ്ങളുണ്ട് കണ്ടോളത്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി പുള്ളി ബേസിക്കലി നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റി ഫ്രീ ആയിട്ട്. ഡയറക്ടറിനോട് തന്നെ ചോദ്യം, അതായത് താങ്കളുടെ ആദ്യത്തെ സിനിമയാണ്, അതും ഒരു മഡ്രൈസ് ചിത്രം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു മഡ്രൈസ് ചിത്രം എടുക്കാൻ അത്രയും ചലഞ്ചിങ് ആയിരിക്കുമല്ലോ. ഒന്നിത് ഒരു പക്ക എക്സ്പെരിമെൻ്റൽ മൂവിയാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു, വേറൊരു റെഫറൻസും ഇല്ല. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും അത്രയും കുറേ എക്സ്പെരിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ മ്യൂസിക് ആണെങ്കിൽ പോലും അത്രയധികം എക്സ്പെരിമെൻ്റൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു? എന്തുകൊണ്ടാണ് മഡ്രൈസ് തന്നെ ആദ്യത്തെ ആ ഒരു കോൺസെപ്റ്റ്, ആദ്യത്തെ സിനിമയ്ക്ക് ആ ഒരു കോൺസെപ്റ്റ് തന്നെ എടുക്കാനുള്ള കാര്യം എന്തായിരുന്നു? ഫസ്റ്റ് മൂവി ഒരു യൂണിക് കണ്ടന്റ്, ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ത്രില്ലർ കൊണ്ടുവരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായി, പിന്നെ വെഹിക്കിളിനോട് കുറച്ച് ക്രേസും കൂടി ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ മഡ്രൈസിലോട്ട് എത്തുന്നതും അത് സിനിമാറ്റിക് സ്റ്റൈലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും. രവി സാറിലേക്ക് ഉള്ള അപ്രോച്ച് എങ്ങനെയായിരുന്നു? അതായത് ഇപ്പം മലയാളത്തിൽ തന്നെയാണ് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം മറ്റൊരു ലാംഗ്വേജിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രോച്ചിന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയാം ഇത് ടെക്നിക്കൽ മൂവിയാണ്. എല്ലാ സപ്പോർട്ടും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയാലേ ഈ മൂവി സക്സസ് ആയിട്ട് ഒരു ഡയറക്ടറായിട്ട് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പാഷനായിട്ട് നിൽക്കുന്ന എല്ലാ ടെക്നീഷ്യന്മാരും പാഷനായിട്ട് തന്നെയാണ്, ഞാൻ അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ കുറച്ചും കൂടി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിൽ എത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നു. അദ്ദേഹം വരാമെന്ന് പറയുന്നു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഒരു ദിവസം ലൊക്കേഷനിൽ വരുന്നു, എല്ലാം കാണുന്നു, ഫുട്ടേജ് കാണുന്നു. ആൾ വളരെ ഇൻട്രസ്റ്റ് ആയി. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അത്രയും സ്പേസ് ഉണ്ടെന്ന് ആൾക്കും മനസ്സിലായി. അങ്ങനെയാണ് ആളത് അക്സെപ്റ്റ് ചെയ്യുന്നത്. രവി സാറിനോടാണ്. Your own movies are such a mass movies or big movies. What is the selective approach of the mass? Actually, this movie I have taken because it's a lot of space. As a technician, we love a lot of space. That space we get means we can give some new experience to the audience. If you put too much dialogue, we can't come in front of you. So only that much space, lot of space, not that much space, lot of space in the movie. I think if you are driving, if you are driving your car while theater watching the movie, your life will be like this only. So that much experience in visual they have given. So I have given some push up for that visual. So it's a wonderful experience in theater, especially. So I think lot of theater will be that type mastering we have did first time. So unique kind of stem mastering we have did for this movie. Only because of the theatrical experience, audience has to be experienced. So another one thing, so I want to, this is the movie collaborate the all 5 languages.
So this is what I am firstly attempted. I have approached and they have approached me and I have accepted this movie because what we are doing, so every movie we are treating like it's a Malayalam movie, it's a Tamil movie, it's a Kannada movie. So all South we have divided in 4 different kind of movie making. So I want always should be it's an Indian movie. We have to promote like it's an Indian movie. Then only we have competed with the world. So நமக்குள்ள இந்த என்ன காம்படிஷனை வேண்டாம், நம்ம என்ன பண்ண போனால் வேர்ல்டு மூவியாக இருக்கணும். ஸோ வி வில் ப்ரெசென்ட் அவர் இந்தியா. ஸோ ஃப்ரம் உக்ரம் నుంచి கேஜிஎஃப்ஸ்க்கு அப்புறம் இப்போது மட்டி சலார் என்ன இருந்தால் கூட வி ஆல்மோஸ்ட் வாண்ட் டு இந்தியன் மூவியாக நம்ம we have to promote our product. So I hope you have enjoyed the teaser. This kind of sound effects, this kind of visual treat you will get in theatre. 10th, I am sure that you will enjoy the movie in theatre. Thank you. അത്തരമൊരു നിലയിലേക്ക് ഈ സിനിമ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് താങ്കൾക്ക് OTT നിന്നൊക്കെ മാറ്റി ഈ വലിയ ആർട്ടിസ്റ്റുകളുടെ സിനിമ ഓടുന്ന സമയത്ത് അത്രമാത്രം തിയേറ്ററിൽ കിട്ടുമെന്നുള്ളൊരു ഭയപ്പാടോടുകൂടി റിലീസ് ചെയ്യുന്നത് അല്ലേ? KGF ഒക്കെ ശരിക്കും ഏറ്റെടുത്ത ഒരു സംഭവമാണ് കേരളത്തിൽ. അത്തരമൊരു റിസ്ക് ഉണ്ട്. യെസ് ഡയറക്റ്റ്, അത്ര റിസ്ക് ഉണ്ടോ? വലിയ സിനിമകൾ ഓടുമ്പോൾ പുതുമുഖങ്ങളുടെ സിനിമക്ക് തിയേറ്ററുകൾ കുറച്ചേ കിട്ടാറുള്ളൂ, അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടോ? ഞാൻ 100% എൻ്റെ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ എന്ന് പറയുന്നത് ജനങ്ങളിലാണ്. എപ്പോഴും അവർക്കൊരു പുതിയ കണ്ടന്റ് പുതിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്യും. എപ്പോഴും എല്ലാ പ്രേക്ഷകരും എല്ലാ സമയത്തും നല്ല കണ്ടന്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം അതിൽ നിങ്ങളുടെ ആയിരിക്കും വലിയ റോളുണ്ട്, എല്ലാ മീഡിയാസിനും വലിയ റോളുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള റിക്വസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. എത്ര തിയേറ്ററുകൾ കിട്ടുമായിരിക്കും താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? എത്ര സ്ക്രീൻ കിട്ടും? 100 തിയേറ്റേഴ്സ്, നിയർ ടു 100 തിയേറ്റേഴ്സ് ആണ് ഞാൻ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്ക്രീനാണോ തിയേറ്ററാണോ? സ്ക്രീൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് മൂവിയാണ്. മൂവീൻ്റെ പുറത്തൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിലോട്ട് വരുമ്പോഴാണ് റിയാലിറ്റി വരുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് 100 സ്ക്രീൻസ് ആണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ടാവും. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഒക്കെ നടന്നിട്ടുണ്ടോ? ഒരു ബേസിക് എഗ്രിമെന്റുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരുപാട് മൂവീസ് ഉണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് എഗ്രിമെന്റ് കൊടുക്കാൻ ഇപ്പോൾ ആരും തയ്യാറല്ല. സ്റ്റിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. എന്തായാലും ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ സാർ? ഓക്കെ, 2 ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. സാറിന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമിനെ കിട്ടുമ്പം ശരിക്കും ഇത്രയും ലാംഗ്വേജസിൽ ഇറങ്ങുന്ന ഈ ഒരു മൂവി വേണമെങ്കിൽ വേറൊരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ ചൂസ് ചെയ്യാനുണ്ടായ ആ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അതുപോലെ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലർ ഞാൻ ഫേസ്ബുക്കിൽ കാണുന്ന സമയത്ത് കുറേ കമൻറ്റ് ബോക്സിൽ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡെത്ത് റേസ് എന്ന് പറയുന്ന ആ ഒരു മൂവിയായിട്ട് കുറേ കമ്പാരിസൺ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൂവിയായിട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി നമുക്കിതിൽ കാണാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ സാറിന് ആ ഒരു മൂവിയിൽ നിന്ന് വന്നിട്ടുണ്ടോ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനൊരു മലയാളിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും എൻ്റെ വീട് കേരള ആയിരിക്കും. അതേപോലെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും വീട് അതാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പം കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ബാരിയർ ഇല്ല. അപ്പം മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ബാരിയർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, പല രീതിയിലുള്ള കൺസെപ്റ്റുകളും എക്സ്പീരിയൻസ് ചെയ്യാം. അത് കുറച്ച് നന്നായിരിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. 2ാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ല. ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ അതിൽ എന്തെങ്കിലും ഒരു എലമെന്റ്? ഇല്ല, അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ വേറെ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയിൽ ഇത്രയും ഒരു അഡ്വെഞ്ചറസ് ഒരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മെമ്മറബിൾ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് KGയൊക്കെ അറിയാം. KGയൊക്കെ ക്യാമറ എടുത്തിട്ട് ഓടുമായിരുന്നു പുറകെ. പിന്നെ എന്താ പറയുക, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ മൂവി കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ക്യാമറയായിട്ട് ഓടുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ചോദിക്കുന്നുള്ളൂ. ഒരു ജല്ലിക്കെട്ടിന്റെ ഏതെങ്കിലും ഒരു ടച്ച് എവിടെയെങ്കിലും അത് കാണാൻ പറ്റുമായിരിക്കോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്
ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തികച്ചും ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ പടം. എനിക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ബ്രേക്കായി, ഫിംഗേഴ്സ് ബ്രേക്കായി. ഞങ്ങൾക്ക് ലൊക്കേഷനിൽ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നായാലും ഡയറക്ടർ സൈഡിൽ നിന്നായാലും എനിക്ക് നല്ല രീതിയിലുള്ള പവർ തരാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഒരു 100% ഞാൻ കൊടുത്തിട്ടുണ്ട് പടത്തിൽ. പിന്നെ അത് നോക്കേണ്ടി വന്നില്ല, അതാണ്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ പടം നമുക്കൊരു റെഫറൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ മറ്റു പടങ്ങൾ, ഇപ്പോൾ കാമസൂത്ര പോലത്തെ പടങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് റെഫറൻസ് ഉണ്ട്. മേ ബി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ബോളിവുഡ് പടമാണ്, ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ എനിക്ക് ആ പടത്തിന് റെഫറൻസ് ഉണ്ട്. എനിക്ക് മദ്രൈസ് എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്താണ്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് മദ്രൈസ് എന്ന് കേട്ടു, പിന്നെ അവർ കൂടെ നിന്നു. പിന്നെ ഒത്തിരി റെഫറൻസ് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റെഫറൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇതെങ്ങനെ ഷൂട്ട് ചെയ്ത് എന്താണ് സംഭവം എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പ്രകോലിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ അത് മാറ്റി തന്നു. പിന്നെ ഒത്തിരി ഒരു 3-4 മാസത്തോളം ഞാൻ DOP അല്ലാതെ അവരുടെ ബ്രദറെ പോലെ തന്നെ അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പടം വർക്ക് ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് മൂവിയാണെന്ന് പറഞ്ഞു, അപ്പോൾ ഈ ട്രെയിനിങ് സെക്ഷനിൽ കടന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ട്രെയിനിങ് സെഷൻ ആക്ച്വലി ഇതിലെ ലീഡിങ് ആക്ടേഴ്സിനാണ് അത്ര റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് കടന്നു വേണ്ടി വന്നത്. എനിക്കും ഉണ്ടായിരുന്നു, കാരണം കൂടെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3-4 മാസമൊക്കെ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സർ, ഇപ്പൊ പറഞ്ഞിരുന്നു ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചു. അപ്പൊ ഈ പറഞ്ഞ സമയത്ത് തന്നെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ട് നെക്സ്റ്റ് ഡേ ഡയറക്ടർ പറഞ്ഞ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡാണ് ബ്രേക്ക്, ഫിംഗറും ബ്രേക്കായി, എന്താണ് ചെയ്യേണ്ടത്? പക്ഷെ പുള്ളി ഭയങ്കര പോസിറ്റീവ് വൈബാണ്. ആ ഒരു ബ്രദേഴ്സ് എല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. ഞാൻ പറഞ്ഞു വി വിൽ ഹെഡ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഡേ തന്നെ വീണ്ടും തോളിൽ ക്യാമറ വെക്കുക, ഓടുക എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ അതൊരു അല്ല, ആ കൈ വെച്ചോണ്ട് മരത്തിലേക്ക് വരി കയറുന്നുണ്ടായിരുന്നു ഞാൻ. നമ്മളിങ്ങനെ പറയും, കാരണം നമുക്ക് ടെൻഷനാവും. കാരണം കൈ വയ്യാത്തൊരാൾ ഇതിനെ കൊണ്ട് ഓടുന്നത് കാണുമ്പോൾ അതാ പറഞ്ഞ ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബായിരുന്നു, ഒരു ടീം എഫർട്ടായിരുന്നു. കാരണം ഡയറക്ടർ ആയാലും ഭയങ്കര പോസിറ്റീവാണ്. ഇപ്പം KG ആണെങ്കിലും, സോറി KG എന്ന് വിളിക്കാൻ, KG രതീഷ് ആണെങ്കിൽ KG എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും അത് തീർക്കണം. ആ ഒരു ദിവസത്തിൽ എന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അത് തീർക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനോട് എല്ലാവരും വരുന്നത് സെറ്റിൽ. അപ്പൊ അത് ഓഫ്കോഴ്സ് ക്യാപ്റ്റന്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. പിന്നെ കൂടെ ഉള്ള ഇവരൊക്കെ ടെക്നീഷ്യൻസിന്റെയൊക്കെ എത്രയും പോസിറ്റീവ് ആയിട്ട് കൂടെ നിൽക്കുന്ന ഇവൻ പ്രൊഡക്ഷൻ പോയി അവരൊന്നും ഇല്ലാതെ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ അവർ ഓടിയെത്തണം. അപ്പൊ അത് ഭയങ്കര ഒരു ടീം എഫേർട്ട് തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ മൂവി എല്ലാവർക്കും അവരുടെ മൂവി സ്വന്തം ബേബിയാന്ന് പറയും, പക്ഷെ നമ്മൾ പറയണമല്ലോ, കാരണം അത്രയും എഫേർട്ട് നമ്മൾ അനുഭവിച്ചതാണ്. അതേപോലെ തന്നെ ഈ പടത്തില് നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ ചേർന്ന് നമ്മുടെ ഒരു മൂത്ത ചേട്ടനുണ്ട്, ദേവരാജ്. മൂത്ത ചേട്ടനെ ഇങ്ങോട്ട് എല്ലാവരും വിളിച്ചാൽ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടും. ഒത്തിരി ടെൻഷൻ അടിച്ചൊരു വ്യക്തിയാണ് ദേവരാജ് ചേട്ടൻ. ദേവരാജൻ വെൽക്കം. നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ പുള്ളി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. സത്യം, നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച മനുഷ്യനും നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കരഞ്ഞ മനുഷ്യനും പുള്ളിയാണ്. എൻ്റെ കൈയൊക്കെ ഒടിഞ്ഞപ്പോ എൻ്റെ റൂമിൽ തന്നെ വന്ന് ഒത്തിരി സമയം, ഇതേവിടെ എൻ്റെ റൂമിൽ തന്നെ ഒത്തിരി സമയം വന്നിരുന്ന് എൻ്റെ ഒരു മൂത്ത ചേട്ടനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലും. ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല എനിക്ക് ദേവേട്ടനെ. ഞാനൊരു 31 വർഷമായി സിനിമയിൽ വന്നിട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു നല്ല പടം ചെയ്തത് ഇതാണ്. ഏതാണ്ട് 30 കോടി. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇതുങ്ങളൊക്കെ എല്ലാം ചെയ്തേക്കുന്നത് ഓരോന്നെ ഡ്യൂപ്പില്ലാതെ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഏതെങ്കിലും സൈഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒത്തിരി അപകടങ്ങൾ പറ്റാവുന്നത് എന്തൊക്കെയോ മാറി അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ജനങ്ങൾ അത് ഏറ്റെടുത്ത് വിജയിപ്പിച്ചാൽ അത് നല്ലത്. അതിൽ കൂടുതൽ പറയാം. ദേവേട്ടൻ ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവായിരുന്നു. ഇമോഷണൽ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കാരണം എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാനൊരു കാര്യം എടുത്തു പറയാം. എന്നെ പോലെ ഒരു ഫ്രഷർ, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ, പാഷൻ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. നമ്മൾ ഒരുപാട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓഡിഷൻ ക്ലിയറായി ഡയറക്ടർ റൂമിലേക്ക് വിളിക്കുമ്പോൾ
ഞാൻ അപ്പോൾ കാണുകയാണ് പുള്ളിയുടെ വിഷൻ. ഒരു പുതിയൊരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞത് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആൾക്കാരോട് പറയുന്ന രീതിയിലാണ് എന്നോട് പ്രസന്റ് ചെയ്തത് ആ ക്യാരക്ടറിനെ പറ്റിയിട്ട്. അത് പക്ക സ്റ്റോറി ബോർഡ്, പിന്നെ ഇലുസ്ട്രേഷൻ മോഡലിലുള്ള അല്ലെങ്കിൽ ആനിമേറ്റഡ് മോഡലിലുള്ള സ്റ്റോറി ബോർഡ്, ഇതിങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഓവർവ്യൂ തന്നു ക്ലിയർ ആയിട്ട്. അപ്പോൾ അത് പുള്ളിയുടെ വിഷനാണ്. അത് ഇത്രയും കാലം 5-6 വർഷം ട്രെയിൻ ചെയ്യിപ്പിച്ച് മെയിൻ ലീഡിങ് ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അതുപോലെ ഇതുപോലത്തെ ടെക്നീഷ്യൻസിനെ ഓൺബോർഡ് ചെയ്യുമ്പോൾ പുള്ളിയുടെ വിഷൻ തന്നെയാണ്. പിന്നെ കോൺഫിഡൻസ്, പുതിയ ആൾക്കാർ വെച്ചിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ്. അത് ഇമോഷണൽ ആയപ്പോൾ പറഞ്ഞത്, സോറി. ഓഡിഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓഡിഷൻ അറിയാമോ ചോദിച്ചിരുന്നോ? അല്ല, ഓഡിഷൻസ് പുള്ളി ഒരു സീൻ തന്നായിരുന്നു, ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് റൂമിൽ വന്ന് പെർഫോം ചെയ്ത് ദേവേട്ടനൊക്കെ ഉണ്ടായിരുന്നു, പെർഫോം ചെയ്യാൻ പറഞ്ഞു. സീൻ ചെയ്തു. അങ്ങനെ 2-3 റൗണ്ട് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടാണ് എടുത്തത്. ഇതിന്റെ ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു? നമ്മൾ കാണുമ്പോൾ സെറ്റ് ഇട്ടാണോ അതിലെ ലൊക്കേഷൻസ് ഒക്കെ? കട്ടപ്പന, പിന്നെ തൊടുപുഴ, തേൻകോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തേൻകോട്, അതിൻ്റെ 1947 എന്ന് പറഞ്ഞൊരു കൂപ്പ്, അതിനകത്താണ് കുറേ ഫൈറ്റൊക്കെ എടുത്തത്. അത് ചെന്ന് പെടാനായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ കൊണ്ട് ആ താഴെ എത്തും. അവിടുന്ന് ജീപ്പാണ്, 12-15 ജീപ്പ് വേണം. അതിന് എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയ്ക്ക് അവര് എന്താ പറയണേ, അതിന് ചെളിയാണ് അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ. 1947 കൂപ്പാണ് അത്. കംപ്ലീറ്റ് മരങ്ങളൊക്കെ വെട്ടിയിടുന്ന സ്ഥലം. അത് തന്നെ എന്താ റിസ്ക് എടുത്താണ് അത് എടുത്തത് തന്നെ. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് 6 മണിക്ക് ഇറങ്ങണം. അപ്പൊ 5 മണിക്ക് തീർത്താലേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കംപ്ലീറ്റ് മൃഗങ്ങളും അതൊക്കെ വരുമല്ലോ. അങ്ങനത്തെ ഒരു ഭയങ്കര പേടിപ്പെടുന്ന ഇതായിരുന്നു. പിന്നെ വാഗമൺ ചെയ്തായിരുന്നു, ഉറുമ്പിക്കര, ഏതൊക്കെയെന്നുള്ള ഓർമ്മയില്ല. കാരണം മഴയും എല്ലാം കൂടി ഇതായിരുന്നു. 72 ദിവസം ഷൂട്ട് ചെയ്തു. ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയണ, ഈ മരങ്ങള് ജീപ്പ് ഇവര് ഷൂട്ട് ചെയ്തപ്പോ 3-5 ജീപ്പ് ഒരുമിച്ച് പോകണം. അതിലൊരു ഡെമ്മി മരം ഉണ്ടായിരുന്നു. ഡെമ്മി മരത്തിന്റെ ഈ ജീപ്പ് എന്നിട്ട് ഒറിജിനൽ മരത്തിട്ടിട്ട് അതിന്റെ ശാഖകളൊക്കെ വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ആ ക്യാമറ എടുത്തിട്ട് ഓടി. ശരിക്കും ഒരു കേജില് ഇവിടുന്ന് ഈ ഒരു പീസ് ശാഖ വന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ട് അങ്ങനത്തെ ഒക്കെ. അതേപോലെ തന്നെ ജീപ്പ് മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് മോളിൽ നിന്ന് ഈ വിഞ്ച് വിട്ടുപോയി. ഒരു താഴെ ക്യാമറ ആയിട്ട് ഇങ്ങനെയല്ലേ. അത് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. അത് താഴെയായിട്ട് ഇട്ട് ചാടി, ക്യാമറ ആയിട്ട് അങ്ങോട്ടും കൂടി ചാടി. അങ്ങനെ കുറെ റിസ്ക് ആയിരുന്നു. മറ്റേ ശ്രീനിവാസിന്റെ സിനിമ പറയുന്നില്ല, ക്യാമറ ആയിട്ട് ചാടിക്കോളാൻ. അതാണ് ഈ സാധനം. ഇത് ചാടുന്ന വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറയുന്നല്ല കേട്ടോ. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഭീതി വരും. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തിയേറ്ററൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം തിയേറ്റർ ഈ പുതിയ ആൾക്കാരായതുകൊണ്ട് തിയേറ്റർ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പുതുമുഖങ്ങളായതുകൊണ്ട് തിയേറ്ററിൽ കളിക്കാനൊരു അവസരം കൊടുത്താൽ അത്രയ്ക്ക് നല്ലതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അതൊരു ഇതാണ്. കാരണം ഇത്രയും ഒരു എഫേർട്ട് എടുത്തൊരു മൂവിയാണ്. അപ്പൊ അതൊന്ന് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് ഉറപ്പായിട്ടും നല്ല രീതിയിൽ വരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാനീ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരുടെ മൂവി വലുതാണ്. എന്നാലും ഒന്ന് തിയേറ്ററിൽ എത്തി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വേർഡ് ഓഫ് മൗത്ത് വഴി സ്പ്രെഡ് ആവുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. അപ്പൊ അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് വേണ്ടത് ആൾക്കാരിൽ നിന്ന്. കാരണം അവർ ഡയറക്ടറിന്റെ വിഷൻ ഉണ്ട്. അത്രയും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തതാണ്, ടെക്നീഷ്യൻസും എല്ലാവരും. അപ്പൊ അവരുടെ ആ ഒരു പേർപ്പിന്റെ ഒരു ഫലം കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. ചെറിയ പുഴ കടക്കുന്നുണ്ട്. വണ്ടി മറ്റേ ജീപ്പ് കംപ്ലീറ്റ് ലോഡായിട്ട് മരങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് കാലത്ത് നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളം കുറവായിരുന്നു. പക്ഷെ ഷൂട്ട് ചെയ്ത് കുറച്ചിങ്ങോട്ട് നീങ്ങി വണ്ടി ഇങ്ങ് വന്നപ്പോൾ വെള്ളം വന്നു തുടങ്ങി. ആകെ ഒരു വിഷമം. ഇപ്പം എങ്ങനെയൊക്കെ കയറി പോയെന്നുണ്ട് വണ്ടി. അത്രയ്ക്ക് ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എല്ലാവരും. ഇവിടുത്തെ ടെക്നീഷ്യന്മാരൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത്. അതിനൊരു ഇത് ദൈവം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഈ പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഈ സിനിമയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു
എത്ര പേര് ഇതിന് കണ്ടിട്ട് അല്ലെങ്കിൽ ഫെയിലായി പോയിട്ടുണ്ട്? ഒന്നുകൂടെ പറയാമോ? അപ്പോൾ ഈ സിനിമയുടെ ഒരു മുഖ്യ ഘടകം എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ പ്രൊഡ്യൂസർ. ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ ഓക്കെ ആവുന്നതിന് മുന്നേ പേര് കണ്ടിട്ടിരുന്നോ അല്ലെങ്കിൽ ഓക്കെ ആവാതിരുന്നോ? ഇപ്പോൾ ഫ്രഷേഴ്സ് എന്നുള്ള രീതിയിൽ ഈ സിനിമയായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, കാരണം ഞാൻ അതിന് ശേഷമുള്ളത്. കാരണം ഒരു കാര്യം അറിയാന്നുള്ള പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുതുമുഖങ്ങൾ എന്നുള്ളൊരു വേർതിരിവില്ല, അതെനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഫസ്റ്റ് ദിവസം മുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. കാരണം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഒരു മാനുഷിക പരിഗണന തന്ന് വളരെ പുതിയ ആൾക്കാരാണ്, അത് ഇത്രയും മതി അങ്ങനെയല്ല, വളരെ കെയറിങ്ങോട് കൂടി തന്നെയാണ് നമ്മളെ നോക്കിയത് ഈ 75-80 ദിവസവും.